ഓക്കെ, എല്ലാ സമയത്തും ഓരോരോ ചർച്ചാ വിഷയങ്ങളുണ്ടായിരിക്കും കേരളത്തിൽ. ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ അതായിരുന്നു. അങ്ങനെ ഓരോരോ വാർത്തകൾ വരുന്നതോറും ചില കാര്യങ്ങളൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാകും. അപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ മെയിൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, വീഡിയോയുടെ എൻഡിലേക്ക് എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നത്. ഒരു വീഡിയോയുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഞാൻ ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യണോ അത് ഈ വീഡിയോസ് കൊണ്ട് തന്നെ നിർത്തണോ തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2017 ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ കേരളത്തിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ ആ ചർച്ചാ വിഷയമായതിനെ തുടർന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ആ സർക്കാരിൻ്റെ ഒരു സ്റ്റെപ്പായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയിൽ 3 പേരെ ആഡ് ചെയ്യും. അവർ സർക്കാരിന് ആക്ച്വലി 2017 ഈ കമ്മിറ്റി രൂപീകരിച്ചിരുന്നെങ്കിലും 2019 ഈ കമ്മിറ്റി ആക്ച്വലി സർക്കാരിന് റിപ്പോർട്ട് ഫയൽ ചെയ്തതാണ്. കമ്മിറ്റിയിലെ അധ്യക്ഷയായിട്ടുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ അധ്യക്ഷ. അതുപോലെ തന്നെ അവരെ കൂടാതെ ഈ കമ്മിറ്റിയിൽ 2 പേരാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ശ്രീമതി ശാരദ, ആക്ട്രസ് ആണ്. അതേപോലെ തന്നെ KB വസന്തകുമാരി എന്ന് പറയുന്ന ബ്യൂറോക്രാസ്റ്റ്. സോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഓൾറെഡി 2019 കൊടുത്തിട്ട് ഇപ്പോൾ 2024 ആണ്. ഇത്രയും വർഷമായിട്ട് ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്ത് വരാത്തതിനെ പറ്റി കുറേ കോൺട്രവേഴ്സീസ് ഉണ്ട്. അതായത് ഈ റിപ്പോർട്ടിൽ ചില ആൾക്കാരുടെ പേരൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലായിരുന്നു. അവരാണ് ഈ റിപ്പോർട്ട് പുറത്ത് വരാതെ ഇത്രയും നാൾ ഇത് പിടിച്ചു വെച്ചത്. അവരാണ് അതിനുള്ള കരുക്കൾ നീക്കിയതെന്നാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിപ്പം സർക്കാർ ചുമ്മാ പുറത്തു വിട്ടതല്ല. വിവരാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഒരുപാട് പേര് ഇതിനു വേണ്ടി ശ്രമിച്ച് ഒരുപാട് പേര് ഇതിനുവേണ്ടി എഫേർട്ട് എടുത്താണ് ഇപ്പോൾ ഫൈനലി ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നതെങ്കിൽ തന്നെ ഈ റിപ്പോർട്ട് ഫുള്ളായിട്ട് പബ്ലിക്കിലേക്ക് എത്തിയിട്ടില്ല. 100 പേജുള്ള ഈ ഒരു റിപ്പോർട്ടിൻ്റെ 233 പേജ് മാത്രമാണ് ഇപ്പോൾ പബ്ലിക്കിലേക്ക് പുറത്ത് വിട്ടിരിക്കുന്നത്. ബാക്കി പേജസ് വിടാത്തതിന് റീസണായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൽ വ്യക്തിഗത പരാമർശങ്ങളും അതേപോലെ വ്യക്തികളുടെ പേരും ഉണ്ടെന്നാണ്. അപ്പോൾ ഈ വ്യക്തികളുടെ പേരെന്ന് പറയുമ്പോൾ മേ ബി അത് വിക്ടിംസിൻ്റെ പേരാകാം, ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള പ്രിഡേറ്റേഴ്സിൻ്റെ പേരാകാം, അകത്ത് ഈ പ്രശ്നം ഉണ്ടാക്കിയവരുടെ പേരാകാം, ഈ മാഫിയ എന്നൊക്കെ നമ്മൾ പുറത്ത് പറയുന്ന ഇവരാകാം. അതാരാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ളവരുടെ പേരുകളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പം നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും മെയിനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല. അത് വിക്ടിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, ഇനി താരരാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, ഇനി സിനിമയെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ഈവൻ ന്യൂട്രലായിട്ടുള്ള ഞാനാണെങ്കിൽ കൂടെ ന്യൂട്രലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് പേരുകൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ പേരുകൾ പുറത്തേക്ക് വിട്ടാൽ മേ ബി വിക്ടിംസിന് ഇഷ്യൂ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും പേരുകളൊന്നും പുറത്ത് വന്നിട്ടില്ല. അതായത് 300 പേജുള്ള റിപ്പോർട്ടിൻ്റെ 233 പേജ് അല്ലാണ്ട് ബാക്കി പേജസ് എല്ലാം ഹിഡനാണ്. ആ പേജിൽ എന്താണെന്ന് നമുക്കറിയില്ല. ഇനി 233 പേജിലേക്ക് വന്നാൽ തന്നെ ഈ പേജസിൽ പല പാരഗ്രാഫ്സ് മിസ്സിംഗ് ആണ്. ഇത് മിസ്സിംഗ് ആൻഡ് റീസൺ എന്ന് പറയുന്നത് ഈ പാരഗ്രാഫുകളിൽ ആ പേരുകൾ മെൻഷൻ ചെയ്തിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറയുന്നതില്ല. അപ്പോൾ ഒരു തരത്തിലും ഈ റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ആരുടെയും പേരുകൾ കിട്ടില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് കോംപ്രമൈസ്, ഈ 2 വേർഡ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് എന്താണ്? എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്ന പിക്ചർ എന്ന് വെച്ചാൽ ഒരു കാസ്റ്റിംഗ് കൗച്ച്, അതേപോലെ തന്നെ സിനിമയിലേക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെ ഒരു പിക്ചറാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് മലയാള സിനിമയിൽ അവസരങ്ങൾ കിട്ടണമെങ്കിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സും അതേപോലെ കോംപ്രമൈസും നിങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പുറത്ത് വിടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മലയാള സിനിമയ്ക്കുള്ളിൽ ഒരു സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നു. യെസ്, അതെന്ന് പറയുന്നത് അതിനൊരു ബോയ്സ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. 15 പേരോളം ഉള്ള, അതായത് മലയാള സിനിമയിലെ തന്നെ ടോപ്പ് ആക്ടറായിട്ടുള്ള ഒരാളാണ് ഈ ഒരു സെക്സ് റാക്കറ്റിൻ്റെ ഹെഡ് എന്നും അവരാണ് ഈ മലയാള സിനിമയിലെ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്നാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പം ഇവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങാത്ത ആൾക്കാർക്ക് അവസരം നിഷേധിച്ചിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അടുത്തേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയോ ഇവർക്ക് എഗ്നിസ്റ്റായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ജീവന് വരെ ഭീഷണി ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഇതിനെതിരെ പ്രതികരിക്കാതെ എന്നുള്ള രീതിയിലാണ് കുറേ ആൾക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തു. സ്കെയറി ആയിട്ടുള്ള, എനിക്ക് ഇതിലെ ന്യൂസ് കേട്ട സമയത്ത് ഏറ്റവും സ്കെയറി ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഡോറിന് വന്ന് നോക്ക് ചെയ്യും. അതായത് ചുമ്മാ നോക്ക് ചെയ്തിട്ട് പോവല്ല, ആ നോക്കിയിൽ കേട്ടാൽ അകത്തിരിക്കുന്നവർ പേടിക്കുന്ന പോലെ. അതായത്
റൂമിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് റൂം ഇപ്പോൾ തല്ലിപ്പൊളിക്കും എന്നുള്ള രീതിയിൽ ഭയം ഉളവാക്കുന്ന രീതിയിൽ റൂമിൽ നോക്കുകയും അതിക്രമിച്ച് റൂമിനുള്ളിൽ കയറുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ന്യൂസിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, 15 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്, സെക്സ് റാക്കറ്റ് ഉണ്ട്, അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ തന്നെ ടോപ്പായിട്ടുള്ള ഒരു നടനാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു ബോയ്സ് ഗ്രൂപ്പ് പോലെയാണെന്നാണ് പറയുന്നത്, കുറച്ചുകൂടെ പുരുഷ സംഘമാണ്. ഇനി സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ അടങ്ങിയ ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡ്രഗ്സ് മാഫിയ. ഡ്രഗ്സിൻ്റെ ആൽക്കഹോളിൻ്റെ യൂസിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിക്കുള്ളിൽ തന്നെ ഡ്രഗ്സിൻ്റെ ഉപയോഗം എത്ര കൂടുതലാണ്, ആൽക്കഹോളിൻ്റെ ഉപയോഗം എത്ര കൂടുതലാണ്, അതെങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഭാഗം കൂടെ പറയുന്നുണ്ട്. അത് അത്ര ചർച്ചയിൽ വന്നിട്ടില്ല. പിന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ ടോപ്പ് ആക്ടേഴ്സ് അല്ല. അത് ഈവൻ ഞാൻ റീമ കല്ലിങ്ങിലൊക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവർക്ക് ക്യാരവൻ ഉണ്ടാവും, ഈവൻ അവർ ഡ്രസ്സ് അവിടെ ഊരിയിട്ടാൽ അതുവരെ പിന്നെ അവർ തിരിച്ചു വരുമ്പോഴത്തേക്കും അലക്കി ഉണക്കി അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് ആ പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർ ആ സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് ആ പവർ ഉള്ളതുകൊണ്ട് അവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് കിട്ടും. പക്ഷേ താഴേക്കിടയിലേക്ക് വരുമ്പോഴത്തേക്കും ജൂനിയർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ചെറിയ ക്യാരക്ടർ റോൾ ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇൻഡസ്ട്രിയിൽ കിട്ടാൻ. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു കാര്യം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, രാവിലെ 7 മണിക്ക് ഷൂട്ടിന് വന്നാൽ രാത്രി 6 മണി വരെ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കേണ്ടി വരും. ആ സമയത്ത് അവർക്ക് ബാത്റൂം സൗകര്യമോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാറില്ല. വേറെ ഏതെങ്കിലും പറമ്പിൽ പൊക്കോണം എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. മുതിർന്ന ഒരു അഭിനയിക്കുന്ന നടൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് കാലം തൊട്ടേ ഇവിടെ ഇങ്ങനെ തന്നെയാണ്, പണ്ട് അഭിനയിച്ചവർക്കൊന്നും പ്രശ്നമില്ലായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു ചെയ്തത്. ഇതിനെനിക്ക് പറയാനുള്ളത്, ബാബു ആൻ്റണിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ റീസെൻ്റായിട്ട് പറയുന്നത്, ബാബു ആൻ്റണിയുടെ വൈഫ് അവർ സിനിമയിൽ അഭിനയിച്ച കാലത്ത് തീരെ സൗകര്യങ്ങളില്ലാത്തൊരു സമയമായിരുന്നു. അപ്പോൾ തുണിയൊക്കെ മറച്ചിട്ടാണ് അവർ ഡ്രസ്സ് മാറിയിരുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനത്തെ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല, വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാനുള്ള മീൻസും ഉണ്ട്, ഒരു ബാത്റൂം ഫെസിലിറ്റി ഇപ്പോൾ കുറച്ചുകൂടി അവയർനെസ് ഉണ്ട്. അന്നത്തെ കാലത്ത് ഇതെനിക്ക് ഭയങ്കര കറക്റ്റായിട്ട് തോന്നി. ബാബുരാജ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അന്ന് ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല, തുണി മറച്ച് ഫോണോ കാര്യങ്ങളൊന്നും അത്ര എല്ലാവരുടെയും കയ്യിലില്ല. അപ്പം തുണി മറച്ച് ഒരു 4 പേരുന്ന തുണി മറച്ച് അതിനുള്ളിൽ നിന്ന് ഡ്രസ്സ് മാറി അവർ സേഫാണെന്ന് അവർക്കും ചുറ്റും നിൽക്കുന്നവർക്കൊരു തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതല്ല, നമുക്ക് അറിയാൻ പറ്റില്ല എവിടെയാണ് ഒരു ക്യാമറ. അതായത് ഫോണിൻ്റെ ക്യാമറ മാത്രമല്ല, പെണ്ണിനകത്ത് ക്യാമറ ഉണ്ട്. അത്രയും കുഞ്ഞു രീതിയിൽ അത്രയും മൈന്യൂട്ട് ക്യാമറാസ് ഉള്ള ഒരു സമയത്ത് ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരു ബാധ്യസ്ഥരാണെന്ന് പറയുമ്പോഴത്തേക്കും നായകന്മാരെയോ അല്ല നമ്മൾ പറയുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ഇവരുടെ ആരാണോ ഈ ടീം ലീഡ് ചെയ്യുന്നത്, ആ ടീം ലീഡേഴ്സ് എന്ന് പറയുന്നത് ഇതിന് ബാധ്യസ്ഥരാണ്. അനുഭവം കൂടെ പറയുന്നുണ്ട്. അവരെ മുൻനിര നായിക എന്നാണ് ഈ ഒരു മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ അവരുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ, അവരൊരു സിനിമയ്ക്ക് വേണ്ടി ഓക്കെ പറഞ്ഞു. അപ്പോൾ സംസാരിച്ച സമയത്ത് അതിൽ കുറച്ച് ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇവർ ഓക്കെ പറഞ്ഞു. ഇവർ ഷൂട്ടിംഗ് സൈറ്റിലെത്തി ഷൂട്ട് ചെയ്ത് തുടങ്ങി. ഷൂട്ട് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഡയറക്ടറിൻ്റെ ഡിമാൻഡ്സ് കൂടി. ലിപ് ലോക്ക് ഉണ്ടാകും, അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ ബാക്ക് ഭാഗം തുറക്കുന്ന രീതിയിലുള്ള സീൻസ് ഉണ്ടാകും, അതേപോലെ തന്നെ ന്യൂഡായിട്ട് ബാത്ത് ടബിൽ കിടക്കണം. അങ്ങനത്തെ ഉള്ള ടൈം പോകെ അതായത് ഷൂട്ട് ചെയ്ത് ഓരോ ഷൂട്ട് കഴിയും തോറും ഇതിനേക്കാളും കുറച്ചുകൂടെ കൂടിയ രീതിയിലുള്ളത് വൾഗറായിട്ടുള്ള കുറച്ച് സീൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നിർബന്ധിക്കപ്പെടുകയും, അങ്ങനെ നിർബന്ധിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവരത് ക്വിറ്റ് ചെയ്തിട്ട് ഇവർ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ സിനിമ നിർത്തിവെക്കുകയും ചെയ്തു. ഈ സിനിമയിൽ അഭിനയിക്കുന്നത് നിർത്തുകയും ചെയ്തു. ഈ ഒരു സാധനമാണല്ലോ നമ്മളെപ്പോഴും സൊല്യൂഷനായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ അഭിനയിക്കരുത്, ക്വിറ്റ് ചെയ്തിട്ട് പോകണം. അതാണല്ലോ നമ്മളെപ്പോഴും കൊടുക്കുന്ന സൊല്യൂഷൻ. അപ്പോൾ ഇവരിങ്ങനെ ചെയ്ത സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ രംഗങ്ങൾ ആക്ച്വലി നായികയെ കോൺടാക്ട് ചെയ്തിട്ട്, ഈ രംഗങ്ങളൊക്കെ ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുണ്ട്, ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ പുറത്തു വിടാൻ പോവുകയാണ് എന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്താനുണ്ടായത്. അങ്ങനെ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതേപോലെ തന്നെ പ്രൊഡ്യൂസർ വഴി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കി. പക്ഷേ കേസ് ആയിട്ടില്ല. അതിനു മുമ്പ് അവിടെ വെച്ച് തന്നെ കോംപ്രമൈസായി ഈ വിഷയം തീർക്കുകയാണ് ചെയ്തത്. കേട്ടപ്പോൾ തോന്നി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈസി ആയിട്ടാണ് സൊല്യൂഷൻസ് കൊടുക്കുന്നത്. എങ്കിൽ പിന്നെ അഭിനയിക്കാതിരുന്നൂടെ, എങ്കിൽ പിന്നെ പോകത്തിരുന്നു, എങ്കിൽ പിന്നെ ചെയ്തിരുന്നൂടെ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പവർഫുള്ളാണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന് മറ്റേ ഒരു മുഴ മുമ്പെയാണ് അവിടെയുള്ള വില്ലന്മാർ പ്രവർത്തിക്കുന്നത്. വില്ലന്മാർ തന്നെ അവരെ വിളിക്കുക, അവരെന്തായാലും നായകന്മാരല്ലല്ലോ. ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നവർ എന്തായാലും വില്ലന്മാർ തന്നെയാണ്. മുമ്പ് ഒരുപാട് കമ്മിറ്റീസ് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരൊക്കെ റിപ്പോർട്ട്സ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആ റിപ്പോർട്ട്സൊക്കെ പബ്ലിക് ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇതിന് കിട്ടുന്ന ഇമ്പോർട്ടൻസ് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിന് ജസ്റ്റ് സേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഇത്ര ഇമ്പോർട്ടൻസ് കിട്ടാനുള്ള റീസൺ എന്ന് വെച്ചാൽ,
ഇതിൽ കുറേ പ്രമുഖന്മാരുടെ നെയിംസ് ഇൻവോൾവ് ആണ്, കുറേ സെലിബ്രിറ്റീസിൻ്റെ നെയിംസ് ഇൻവോൾവ് ആണ് എന്നുള്ള വിഷയം തന്നെയായിട്ട് ബന്ധപ്പെട്ട് ഇൻവെൻറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കിട്ടും. സിൻസ് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ കോൾ ഔട്ട് ചെയ്യുക. അതായത് ഇങ്ങനെ ചെയ്യുന്നവരുടെ നെയിംസ് വെളിപ്പെടുത്താതിരുന്നത് കൊണ്ട് അതൊരിക്കലും ഒരു സൊല്യൂഷൻ ആകത്തില്ല. പേരില്ലാത്ത മുഖമില്ലാത്ത ആരൊക്കെയാലും ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ സസ്പീഷ്യസ് ആയിട്ട് നോക്കുന്ന ആൾക്കാർ ആക്ച്വലി ചിലപ്പോൾ നല്ല ആൾക്കാരായിരിക്കും. നമ്മൾ ഇവരൊക്കെ ഭയങ്കര നല്ലവരാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, ഈസ് എ ജെൻറ്റിൽമാൻ എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ശരിക്കും ഈവിൾ. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് ആരെയും 100% കുറ്റവും പറയാൻ പറ്റില്ല, ആരും 100% ശരിയാണെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ നെയിംസ് പുറത്ത് വിടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഈസ് മൈ സ്റ്റാൻഡ് പോയിന്റ്. സിനിമ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാഷനാണ്, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതാണ്, സിനിമയിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഇതുപോലെ കാസ്റ്റിംഗ് കൗച്ചിൽ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി അവസരം നേടേണ്ട കാര്യമില്ല. കാരണം ആ കാലമൊക്കെ മാറി. നിങ്ങൾക്ക് ഒരു ഫോൺ ഉണ്ടാവും, നിങ്ങൾക്ക് യൂട്യൂബ് ആക്സസ് ഉണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ആക്സസ് ഉണ്ട്. നിങ്ങൾ ടാലൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലൻറ്റ് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരുടെ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ സിനിമ ഇൻഡസ്ട്രി അപ്രോച്ച് ചെയ്യലായിരുന്നു, സിനിമ ഇൻഡസ്ട്രി അവരെ അപ്രോച്ച് ചെയ്യായിരുന്നു. അതായത് അവരുടെ ടാലൻറ്റ് കണ്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ട് മോസ്റ്റ്ലി സേൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. മോസ്റ്റ്ലി സേൻ്റെ ആദ്യത്തെ സീരീസ് എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസായി. രണ്ടാമത്തെ മൂവി എന്ന് പറയുന്നത് വരുൺ ധവൻ്റെ അനിയത്തിയായിട്ടായിരുന്നു. സോ മോസ്റ്റ്ലി സേൻ ആക്ച്വലി തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടും അതേപോലെ യൂട്യൂബിൽ ഒരു ക്രിയേറ്ററായിട്ട് മാത്രമാണ്. നിങ്ങളുടെ പാഷൻ അഭിനയമാണെങ്കിൽ അതല്ല, മാർഗം അതല്ല, ലക്ഷ്യം അതാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് വഴങ്ങുമ്പോൾ അല്ലെങ്കിൽ കോംപ്രമൈസിന് വഴങ്ങുമ്പോൾ ആക്ച്വലി ആ ഒരു ട്രെൻഡ് ഫോളോ ആകും. ഓക്കെ, ഇന്ന ആൾ ചെയ്തു, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ആൾക്കാരുടെ ഇല്ല, എങ്കിൽ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് ഇത് ചോദിക്കാം. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത് ആക്ടേഴ്സിൻ്റെ ഫേസസ് ആയിരിക്കും. ഒരിക്കലും അല്ല, അഭിനയിക്കുന്നവർ മാത്രമല്ല, ഡയറക്ടറും പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ കൺട്രോളറും അതേപോലെ തന്നെ സിനിമയുടെ ബാക്കിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മുഖങ്ങൾ, അറിയപ്പെടാത്ത പേരുകൾ, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യത. അവരുമൊക്കെ ഇതിൻ്റെ പാർട്ടായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.